നമസ്കാരം. ഞങ്ങൾ ഇന്ന് ആറന്മുള വരെ പോവാണ്. അപ്പോൾ നമുക്കവിടെ ചെന്നിട്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും കൂടി ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിവിടെ ഷൂട്ട് ചെയ്യും. അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ഷേത്രം അടച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾ അമ്പലത്തിൻ്റെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആറന്മുള കണ്ണാടിയുടെ ചരിത്രം കിട്ടുമോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അപ്പോൾ ഞങ്ങളെന്നാൽ അവിടെ വരെ പോയിട്ട് വരാം. ഓക്കെ. ഇത് നമ്മുടെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ രാജവീതിയായിരുന്നു ഒരു കാലത്ത്. ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള വഴികളാണ്. പഴയ രാജാക്കന്മാരുടെ കാലത്തുള്ള കെട്ടിടങ്ങളാണ് ഈ വഴികളിൽ കൂടുതലും. ആ വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, വീതി കുറഞ്ഞ് ഇടുങ്ങിയ വഴിയാണ്. എങ്കിലും വളരെ മനോഹരമായിട്ടാണ് വീട്ടുകാരെല്ലാം അവരുടെ വീടുകളും വഴികളും എല്ലാം സംരക്ഷിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആറന്മുളയുടെ കിഴക്കേ നടയിലെത്തി. ഇതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ കടയാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ചെല്ലാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇത് ഭഗവാന്റെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണ് ഈ നമ്മളീ കാണുന്നത്. ഈ കിഴക്കേ നടയുടെ മുന്നിൽ കാണുന്ന പടികൾ 18 പടികളാണ്. ആ 18 പടികൾ വളരെ അപൂർവം ക്ഷേത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും പഴക്കച്ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഗംഗാനദി പോലെ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും. കേരളത്തിലെ ഏറ്റവും പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം തൻ്റെ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രം ആദ്യം നിലയ്ക്കലാണ് പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. വന്യജീവികളുടെ ആക്രമണം കാരണം ആർക്കും ക്ഷേത്രത്തിൽ എത്താൻ കഴിയാതിരുന്നതുകൊണ്ട് അവിടെ നിന്നും ഭഗവാന്റെ വിഗ്രഹത്തെ 6 മുളകൾ കൂട്ടിക്കെട്ടിയ തണ്ടിലാണ് ഭഗവാനെ കൊണ്ടുവന്നതെന്നും അതുകൊണ്ടാണ് ആറന്മുള എന്ന പേര് വന്നതെന്നുമാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ഇവിടെ 4 ഉപദൈവങ്ങളാണ് ഉള്ളത്. മായക്ഷി, ഏറങ്കാവിൽ ഭഗവതി, ശാസ്താവ്, കീഴ്തൃക്കോവിൽ എന്നീ 4 ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭഗവാന്റെ കിഴക്കേ നടയാണിത്. ഈ കിഴക്കേ നടയുടെ പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഉള്ളത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ്. ഈ കാണുന്ന കൊടിമരത്തിന് 160 അടിയാണ് ഈ കൊടിമരത്തിൻ്റെ ഉയരം. ഈ കാണുന്ന സ്റ്റേജും ഇതിനോടനുബന്ധിച്ചുള്ള പന്തലും നമുക്ക് വിശാലമായിട്ട് നമുക്കൊന്ന് കാണാം. ഇതിപ്പോൾ ഞാൻ ആ ഭാഗം ഒന്നെടുത്തതെന്നേ ഉള്ളൂ. ഈ പന്തലിലാണ് ലോകപ്രശസ്തമായ വള്ളസദ്യ നടക്കുന്നത്. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയും ആനക്കൊട്ടിലും ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ പന്തൽ. നമ്മുടെ വള്ളസദ്യ നടക്കുന്ന പന്തലാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇത് തെക്കേ നടയാണ്. ഈ തെക്കേ നടയുടെ ഭാഗങ്ങളിലുള്ള ഉപദൈവങ്ങളൊക്കെ നമുക്ക് കാണാം. ക്ഷേത്രത്തിൻ്റെ തെക്കേ ഭാഗമായി നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ഗ്രൗണ്ടും അതിനോടനുബന്ധിച്ചുള്ള മനോഹരമായ കെട്ടിടങ്ങളുമാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ 52 കരകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ 52 കരകളിൽ നിന്നും 52 പള്ളിയോടങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ ഉത്രട്ടാതി വള്ളംകളിക്ക് മാറ്റുരയ്ക്കാനെത്തുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ലോകപ്രശസ്തമായ ഉത്രട്ടാതി വള്ളംകളിയും വള്ളസദ്യയും നടക്കുന്നത് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ചാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കീഴ്തൃക്കോവിൽ ക്ഷേത്രമെന്ന് പറഞ്ഞത്. ഇവിടുത്തെ 3 ഉപദൈവങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇവിടുത്തെ വള്ളസദ്യയുടെ പ്രത്യേകത ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. 51 കൂട്ടം കറികൾ ചേർന്ന സദ്യയാണ് വള്ളസദ്യ. വള്ളസദ്യക്ക് എത്തുന്നവരിൽ വേഷം മാറിയ ഭഗവാനും ഉണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവിധമായ ആദരവോടുകൂടി വള്ളസദ്യ വിളമ്പുന്നതും കരക്കാരെ പറഞ്ഞയക്കുന്നതും. ഇതിനോടനുബന്ധിച്ചപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലെത്തിയപ്പോഴേ അവിടെ ഭഗവാന്റെ അടുത്ത് പയനം പാർക്കാനായിട്ട് എത്തിയ 3-4 ചേച്ചിമാരും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു 4 വരി
ഭഗവാനെക്കുറിച്ചുള്ള പാട്ട് പാടിക്കോട്ടേന്ന് ചോദിച്ചു. നമ്മൾ സന്തോഷമായിട്ട് പാടിക്കൊള്ളാൻ പറഞ്ഞു. അത് നമുക്കൊന്ന് കേൾക്കാം. നൽകും ഞാൻ ആട്ടവും കഴിഞ്ഞമ്മാതൻ മാടി തട്ടിലേക്കൊന്നു വീഴും ഞാൻ വീണുമമ്മാതൻ ശീതളാംഗത്തിൻ സന്നാദം എന്നുറങ്ങും ഞാൻ ഉറങ്ങുമ്പോൾ ഉള്ളിൽ കായാമ്പൂ വർണ്ണം കണ്ടുകൊണ്ടങ്ങുണരും ഞാൻ ഉണരുമ്പോൾ മുൻപിൽ കരിമൂകിൽ വർണ്ണൻ തിരുമേനി ഒന്നു കാണും ഞാൻ കണ്ണൻ്റെ പുണ്യനാമവർണ്ണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ തിരുവാറൻ മുളവാഴും ആരോമൽ കണ്ണൻ്റെ തിരുമുഖം എന്നും ഞാൻ കണ്ടിടേണം തിരുവാറൻ മുളവാഴും ആരോമൽ കണ്ണൻ്റെ തിരുമുഖം എന്നും ഞാൻ കണ്ടിടേണം കരുണ തുളുമ്പുമാം നേത്രങ്ങളും മനോമോഹന ഗാത്രവും കണ്ടിടേണം കൃഷ്ണ ഹരേ ജയ കൃഷ്ണ. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ നല്ല വെയിലായി. അവിടെയൊക്കെ നടന്നപ്പോഴത്തേന് കാലൊക്കെ നന്നായി പൊള്ളി. അങ്ങനെ ദേവസ്വം ബോർഡ് ഓഫീസിലെത്തി. അവിടുത്തെ മാനേജരെ കണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ തന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പമ്പാ നദിയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ആ കടവും അവിടെ എല്ലാം ഒന്ന് കാണണം. പിന്നെ നമ്മുടെ ഈ ഗോപുരത്തിൻ്റെ ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ കേരളത്തിൻ്റെ തനതായ വാസ്തുകല നമ്മൾക്ക് ഇതിനകത്തൊന്ന് കാണാൻ പറ്റും ചെറുതായിട്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ തനതായ വാസ്തുശില്പം എന്ന് നോക്കിക്കേ. എത്ര ഭംഗിയായിട്ട് ആ പണികൾ ചെയ്തിരിക്കും. നമുക്ക് ഇതുപോലെ ഓരോരോ ക്ഷേത്രങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരോട് എത്തണം. ഇത് നമ്മുടെ പത്മകുമാർ കിച്ചാമ്പറമ്പിലിൻ്റെ വീട്ടിൽ വന്ന പത്രമാധ്യമ പ്രവർത്തകരാണിത്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാനൊന്ന് ഇറങ്ങി അവരെ ഒന്ന് ഷൂട്ട് ചെയ്ത് അദ്ദേഹം വീട്ടിലേക്ക് കയറിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ അവരെ വെച്ചു. അപ്പോൾ അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെയും വീട്ടുപേരും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ പമ്പയാറ്. ഗംഗാനദി കഴിഞ്ഞാൽ ഏറ്റവും പുണ്യനദിയാണ്. ഈ പുണ്യനദിയിലാണ് നമ്മുടെ ഉത്രട്ടാതി വള്ളംകളി 52 കരക്കാരുടെ 52 പള്ളിയോളങ്ങൾ മാറ്റിവരയ്ക്കുന്നത് ഈ പമ്പാ നദിയിൽ. ആ സമയത്ത് പമ്പയിൽ വളരെ കൂടുതൽ വെള്ളമായിരിക്കും. നല്ല നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയത്താണ് ഇവിടെ വള്ളക്കളി നടക്കുന്നത്. ഈ പമ്പാ നദിയുടെ തീരത്ത് ഈ കാണുന്നതും ഇവിടെ കാണുന്നതുമായ എല്ലാ കെട്ടിടങ്ങളും അമ്പലത്തിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളാണ് ഇതെല്ലാം. ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം അമ്പലത്തിൻ്റേതായ സ്ഥലങ്ങളാണ്. അപ്പം അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ടു വന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഒരു പള്ളിയോടം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പള്ളിയോടം കൂടി ഒന്ന് കണ്ടിട്ട് പോകാം, അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ അടുത്ത് ചെന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉത്തരവാദി. അദ്ദേഹം എനിക്ക് തുറന്നു തന്നു. എന്നോട് പറഞ്ഞു വള്ളത്തിൽ കയറാതെ വള്ളത്തിൻ്റെ എല്ലാം അത് ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചുണ്ടൻ വള്ളം അടുത്ത് കാണുന്നതും ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതും. അപ്പോൾ അത് മാക്സിമം അവൻ്റെ റിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഭംഗിയായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും പറ്റുന്ന രീതിയിലുള്ള ഞാനത് മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നീളം ഒരു ചുണ്ടൻ വള്ളത്തിനുണ്ടെന്ന് നമ്മളത് ആറ്റിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല. ഭയങ്കര നീളമാണ്, ഇതേ കണ്ടില്ലേ.
ഏറ്റവും ബാക്കിൽ വരുന്ന സമയത്ത് ഏതാണ്ട് ഒരു 25 അടി 30 അടിയോളം ഹൈറ്റ് ഉണ്ട് ഏറ്റവും മേൽവശത്തിന്. അതിൻ്റെ അടുത്തൊക്കെ ഞാൻ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് ഒരു 10-20 അടി ഉയരം. പള്ളിയോടത്തിനടുത്ത് കാണുന്നത് പോലെ ചേട്ടനെ. അപ്പോൾ നമ്മുടെ പള്ളിയോടത്തെ പറ്റി ചെറിയൊരു വിവരണം അദ്ദേഹത്തോട് അപ്പോൾ ചേട്ടാ നമ്മുടെ ഈ പള്ളിയോടത്തിൽ അത് നമുക്കൊന്നും കേൾക്കാതെ പറയുന്നത് 55 പേരുണ്ട്. മൊത്തം തുഴക്കാർ 85 പേരുണ്ട്. തുഴക്കാരും ഇത് കരയുടെയാണോ? ഇത് NSS കരയോഗം ഇടശ്ശേരിമല 234 നമ്പർ NSS കരയോഗം വക പള്ളിയോടമാണ്. അമ്പലത്തിൻ്റെ അല്ല, അമ്പലഭക്തൻ്റെ അല്ല, അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പള്ളിയോടങ്ങളെല്ലാം അമ്പലവുമായിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ ഓരോ കരകളാണ് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും നിർവഹിക്കുന്നതും അതിൻ്റെ ചിലവുകളും സംരക്ഷണവും എല്ലാം കരകളുമാണ്. 52 കരകളിലായിട്ട് ഇപ്പോൾ 52 പള്ളിയോടങ്ങളാണ്. 52 കരകളിലായിട്ട് 52 പള്ളിയോടങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ 52 പള്ളിയോടങ്ങളും നമ്മുടെ വള്ളംകളിക്ക് ഇവിടെ ഉത്രട്ടാതി വള്ളംകളിക്കും അല്ലാതെ അഷ്ടമി രോഹിണി പിന്നെ വള്ളസദ്യകൾ എല്ലാത്തിനുമായിട്ട് എല്ലാവരും എത്തും. ഓഗസ്റ്റ് മാസത്തോടുകൂടി, ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തോടുകൂടി ആരംഭിക്കും. പിന്നെ ഉത്രട്ടാതി വള്ളംകളിക്ക് ശേഷം ഒക്ടോബർ 2 എല്ലാ പള്ളിയോടങ്ങളും വീണ്ടും തിരിച്ച് പഴയ പള്ളിയോടപ്പുരകളിലേക്ക് കയറ്റി വെക്കും. പിന്നെ അടുത്ത വർഷമേ ഇറക്കത്തുള്ളൂ. ഈ കർക്കിടകം ചിങ്ങം സമയങ്ങളിലാണ് പള്ളിയോടം സന്ധ്യയാക്കി ഉണ്ടായിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ പള്ളിയോടപ്പുരകളിലായിരിക്കും. ഉത്രട്ടാതി വള്ളംകളിക്ക് ശേഷം ഒക്ടോബർ 2 എല്ലാ ചടങ്ങുകളും അവസാനിച്ച് പള്ളിയോടങ്ങൾ വീണ്ടും പഴയ പള്ളിയോടപ്പുരകളിലേക്ക്